മതം തലയ്ക്ക് പിടിച്ച കുറേ ആളുകൾ, ഇപ്പോഴും മതവിശ്വാസം ഈ ഒരു നൂറ്റാണ്ടിലും പിന്തുടരുന്ന ആളുകൾ. മതം എല്ലാവർക്കും വേണം, അത് അനുഷ്ഠിക്കാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് ഓവർ ആകുമ്പോഴാണ് വിഷയം. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നടന്ന വിഷയമാണ്. ഒരു ഉസ്താദിന്റെ ഭാര്യ ഉണ്ടായിരുന്നു. അവര് പ്രസവത്തോടനുബന്ധിച്ച് അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറായിട്ടില്ല. വീട്ടിൽ തന്നെ പ്രസവം നടത്തുന്നു. വീട്ടിൽ പ്രസവം നടത്തുമ്പോൾ അവർ അലറി വിളിച്ചു പറഞ്ഞിട്ടും ആശുപത്രിയിൽ കൊണ്ടുപോകാതെ രക്തം വാർന്ന് ആ പെൺകുട്ടി മരിക്കുന്നു. കൂടെ ആ കുട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ കേരളത്തിലാണ്, ഇന്ത്യയിലാണ് ഇപ്പോഴും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നത്. നമ്മൾ ദുരാചാരത്തിന്റെയും മന്ത്രവാദത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞ് ഇന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇതും അതിന്റെ രീതിയിൽ തന്നെ വരുന്നതല്ലേ? ഇതും ഒരു ദുരാചാരം തന്നെ അല്ലേ? തീർച്ചയായിട്ടും. മതത്തിന്റെ പേരിൽ ഇപ്പൊ ഒരു സ്ത്രീയുടെ 5ാമത്തെ പ്രസവത്തിലാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ഒരു ബ്ലീഡിങ്, ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത്രത്തോളം പല പ്രഗ്നൻസിയും കോംപ്ലിക്കേഷൻസിലേക്ക് പോയിട്ട് ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കേസസിൽ തന്നെ ബ്ലീഡിങ് നിയന്ത്രിക്കപ്പെടാതെ ഒരുപാട് കേസസിൽ ആ ഒരു അമ്മ മരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകാറുണ്ട്. അപ്പൊ അത്തരത്തില് ഹോസ്പിറ്റലിൽ അത്രയും മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടായിട്ട് കൂടി അങ്ങനെ സംഭവിക്കുമ്പോൾ വീടുകളിൽ പ്രസവം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു എത്ര പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ഒരു ബ്ലീഡിങ്ങിന്റെ ഒക്കെ അളവ്, അല്ലെങ്കിൽ എക്സ്ട്രാ ആ ഒരു ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ അവർക്ക് ഒരു ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരിക, ആ ഒരു രീതിയിലേക്കൊക്കെ പോകുമ്പോൾ ഉറപ്പായിട്ടും ആ ഒരു സ്ത്രീയെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് നോക്കിക്കൊണ്ട് നിന്നിട്ടുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു ബ്ലീഡിങ്ങിന് ഒരു 3-4 മണിക്കൂർ ഒരു സ്ത്രീ ബ്ലീഡിങ് ആയിട്ട് അത് നിൽക്കാതെ കിടക്കുമ്പോഴും അപ്പോഴും അവർ ഹോസ്പിറ്റലൈസ്ഡ് ആക്കാനോ അല്ലെങ്കിൽ അലറി വിളിച്ച് കാണും, അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ദയനീയമായി പറഞ്ഞു കാണും. അതൊന്നും കേൾക്കാതെ മതത്തിന്റെ പേരിൽ ഇപ്പോഴും വീട്ടിൽ തന്നെ പ്രസവം എടുക്കണമെന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ ആളുകൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ കുടുംബക്കാർ അദ്ദേഹത്തിന്റെ അടുത്ത് ഇത് ചോദിക്കാൻ ചെല്ലുന്നത്, നീ ചുട്ട കോഴിയെ പറപ്പിക്കുന്നവനല്ല, കൊച്ചിന് ജീവൻ തിരിച്ചു കൊടുക്കണ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കുടുംബക്കാർ എന്നിട്ട് ചോദ്യം ചോദിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇനി എത്ര ചുട്ട കോഴിയെ പറപ്പിക്കണമെങ്കിലും അവന്റെ ഭാര്യയെ അപ്പൊ അവര് കൃത്യമായിട്ടൊരു ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യുന്ന അദ്ദേഹത്തിന് ആ ഒരു രീതിയിലേക്ക് ഒരു ഇസ്ലാമികില് തന്നെ, അല്ലെങ്കിൽ ഇസ്ലാമില് തന്നെ കുറെ അധികം ആൾക്കാർ ഈ ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്നതായിട്ട് ഒരു രീതിയുണ്ട്. അത് എല്ലാ മതത്തിലും ഉണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹം ഈ ഒരു ബ്ലാക്ക് മാജിക്കിലോ അതേപോലെ തീവ്രമായ മതചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം ഈ ഒരു രീതിയിൽ ഈ ഭാര്യനെ വീട്ടിൽ തന്നെ പ്രസവിക്കാം, അത് പ്രശ്നമില്ല എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ഒരു മെഡിക്കലി അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 2ാമത് പ്രഗ്നൻസിക്ക് ശേഷം മിക്ക സ്ത്രീകളും 3ാമത്തെ പ്രഗ്നൻസിയിലൊക്കെ വരുമ്പോൾ വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതിപ്പോ 4-5 പ്രസവമൊക്കെ ആകുമ്പോഴത്തേക്കും ഓരോ സ്ത്രീ എന്ന് പറയുന്നത് വളരെയധികം വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓരോ പ്രഗ്നൻസി കഴിയുമ്പോൾ അവരുടെ ബോഡി വളരെ വീക്ക് ആവും. അതാണ് മെഡിക്കലി പറയുന്നത്. അപ്പോൾ 2ാമത്തെ പ്രഗ്നൻസി ആകുമ്പോൾ കുറേ അധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും. 3-4 ഇപ്പൊ ഒരു സ്ത്രീ 5ാമത്തെ പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ഒരു മെഡിക്കൽ സപ്പോർട്ട് നീഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആ ഒരു സമയത്ത് അതിനകത്തിലേക്ക് ഈ ഒരു മതവും അന്ധവിശ്വാസവും ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് ഇങ്ങനെ കുഴപ്പമില്ല, അല്ലെങ്കിൽ അത്രത്തോളം വേദനകൾ അവർ സഹിക്കുമ്പോഴാണെങ്കിലും അതിനുശേഷം പോലും കൊണ്ട് കബറെടുക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ അപ്പോഴും ആ ഒരു സ്ത്രീയുടെ ഒരു മരണത്തിനാണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയപ്പോ അവരുടെ വീട്ടുകാർക്ക് സംശയം തോന്നി, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് സംശയം തോന്നി. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അങ്ങനെയാണ് ഇത് വെളി വരുന്നത്. ഇല്ലെങ്കിൽ ഇത് ആരും അറിയാതെ പോയനെ. ഇപ്പോഴും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊരു കൊലപാതകം തന്നെയാണ്. അദ്ദേഹം നടത്തിയ ഒരു കൊലപാതകം തന്നെയാണ്, മതത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഒരു കൊലപാതകം തന്നെയാണ് ഇപ്പൊ അവിടെ നടന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു മതവും കൂടി വരുമ്പോൾ അല്ലെങ്കിൽ മത ആചാരമാണ് മുസ്ലിം പെൺകുട്ടികൾ വീട്ടിൽ തന്നെ പ്രസവിക്കണം. അവിടെ ഒരുപാട് ഇപ്പൊ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അത് മതമാണ് നൽകുന്നത് അവർക്ക്, നിങ്ങൾ വീട്ടിൽ പ്രസവിക്കണം. ഇങ്ങനെ കുറെ ഉസ്താദന്മാര് ചെന്നിട്ട് അവരോട് പറയും. എന്നിട്ട് ഇവരുടെ മക്കളെയൊക്കെ അവിടെ ആയിരിക്കും പ്രസവിക്കുന്നത്. കോഴിക്കോട് ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സമ്മേളനം കൂടിയതായിട്ടും അതൊരു വലിയ കാര്യമായിട്ട് കൊണ്ടാടിയ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കോഴിക്കോട് മലപ്പുറം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ടും ഒരു മുസ്ലിം മെജോറിറ്റി ഓഫ് ആൾക്കാർ അവിടെ താമസിക്കും. എല്ലാ മുസ്ലിങ്ങളും പിന്നെന്താ വീട്ടിൽ പ്രസവിക്കാത്തത്? അതെ, അവിടെ ആ ഒരു മെജോറിറ്റി ഓഫ് ആൾക്കാർ തീവ്രമായിട്ട് മതം കുത്തിക്കയറ്റി കൊടുക്കുന്ന ആളുകൾ മാത്രമേ ഈ രീതിയിൽ പോകുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഉസ്താദന്മാരുടെ മക്കളെയൊക്കെ കൊണ്ടുവന്ന് ചികിത്സിക്കുന്ന ഇതുകൂട്ടുള്ള വലിയ ആശുപത്രിയിലൊക്കെ ആയിരിക്കും. തീർച്ചയായിട്ടും. കാരണം അവരുടെ വീട്ടുകളിൽ ഇത്തരത്തിലുള്ള റിസ്കുകളൊന്നും അവരെടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പൊന്നും ഇല്ല. പലപ്പോഴും ഈ ഒരു സമ്മേളനം ആണെങ്കിൽ പോലും ഇത്തരം സമ്മേളനങ്ങൾ വെക്കുന്നതിലൂടെ വീണ്ടും ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾ ഇത് നമ്മുടെ മതാചാര പ്രകാരം ഇതാണ്
കൂടുതൽ നല്ലത്. അപ്പൊ ഇതാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇത് വീണ്ടും വീണ്ടും അടുത്തൊരു ജനറേഷനിലേക്ക് അവർ കൊടുക്കുന്ന ഒരു രീതി തന്നെയാണ്. അപ്പോൾ ഈ ഒരു അവരുടെ കൺസെപ്റ്റ് വെച്ചിട്ട് അങ്ങനെയാണ് ഏറ്റവും വലുത്, അല്ലെങ്കിൽ അങ്ങനെയാണ് നല്ലത്. പക്ഷേ നമുക്ക് അപ്പോഴും പറയാം, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ അവരിൽ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ കുറവാണ്. ഇപ്പൊ ഈ മരിച്ചൊരു സ്ത്രീയുടെ വീട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിൽ അവർ ആ സ്ത്രീയെ ഹോസ്പിറ്റലാക്കി അല്ലെങ്കിൽ അത് നല്ല രീതിയിലുള്ള ഒരു ചികിത്സയൊക്കെ കൊടുത്ത് അമ്മയ്ക്കും കുഞ്ഞിനും സുഖമായിരിക്കേണ്ട രീതിയിലേക്കുള്ള എല്ലാം ചെയ്തു കൊടുത്തേനെ. പക്ഷെ ഇവിടെയും അവർക്ക് ചിലപ്പോൾ ഒന്നും പറയാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. ഇയാളായിരിക്കും ആ ഒരു തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ അത്രയും വേദന സഹിക്കുമ്പോൾ പറയുമോ കുഴപ്പമില്ല ഞാനവിടെ കടന്നോളാം, പ്രശ്നമില്ല എന്ന് ഒരിക്കലും അവർ പറയില്ല. മതത്തിന്റെ പേരിൽ എപ്പോഴും കൺസേണുകളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോവിഡിന്റെ സമയത്ത് കണ്ടാണ്, കോവിഡിന്റെ വാക്സിൻ എടുക്കാൻ പോലും വിസമ്മതിക്കുന്ന ഒരുപാട് അധ്യാപകരെ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവരെല്ലാം പറയുന്നത് എന്താണ്, ഞങ്ങളുടെ മതം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഞങ്ങൾ വാക്സിൻ എടുക്കത്തില്ല. അത് ഇത്രയും വലിയ ക്രൂഷ്യൽ ആയിട്ടുള്ള സമയത്താണ് ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത്. ഒരുപാട് ഉസ്താദന്മാർ വാക്സിൻ എടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മതത്തിനെ കൂട്ടുപിടിച്ച് ഇപ്പോഴും മതമാണ് ഇവരെ എല്ലാം നിയന്ത്രിക്കുന്നത്. നമ്മളൊരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നീതിയുണ്ട്. ഈ ഒരു പെൺകുട്ടിക്ക്, മരിച്ചുപോയി ഈ പെൺകുട്ടിക്ക് നീതിയുണ്ട്. അവളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള നീതി, അല്ലെങ്കിൽ അവൾക്ക് ജീവന് നമ്മുടെ അതെ ജീവിക്കാനുള്ള അവകാശം, അതാണ് നിഷേധിക്കപ്പെടുന്നത്. അത് ചിലപ്പോൾ ഒരു മതമാണ് നശിപ്പിച്ച് കളയുന്നെങ്കിൽ അതിനെ എതിർക്കപ്പെടണം. അത് ആര് ചെയ്താലും മതത്തിന്റെ പേരിലാണെങ്കിൽ അത് എതിർക്കപ്പെടണം. അത് മതത്തെ അല്ല എതിർക്കുന്നത്, അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് എതിർക്കുന്നത്. കാരണം ഈ മതം പറയുന്ന എല്ലാ ആളുകളും വീട്ടിൽ ചെന്ന് പ്രസവിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രസവിക്കുന്നില്ലല്ലോ. ഇവരെല്ലാം ആശുപത്രികളിലോ അതുകൂട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ടാണ് പ്രസവിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ മതത്തിന്റെ പേര് പറഞ്ഞ് മറ്റൊരു പുരുഷൻ കാണാൻ പാടില്ല, അങ്ങനെ, അതായത് ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ മറ്റൊരു പുരുഷൻ പ്രസവം എടുക്കേണ്ടി വരും, അത് ഞങ്ങളുടെ മതത്തിനെതിരാണ്, അങ്ങനെയുള്ള രീതിയിലാണ് അവർ ആശുപത്രിയിൽ പോകാത്തത്. അപ്പോ ഇങ്ങനെ നടക്കുന്ന മരണങ്ങൾ യഥാർത്ഥത്തിൽ കൊലപാതകം തന്നെയാണ്. ഇങ്ങനെയുള്ള ആളുകൾ കൊലപാതകമാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു കേസിൽ അയാൾ ആ ഒരു മരണം മറച്ചു വെച്ചത് കൊണ്ട് ആ ഒരു രീതിയിലേക്കുള്ള കേസുകളായിരിക്കും വരാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ ഒരു കൊലപാതക കുറ്റം തന്നെ ചുമത്തേണ്ട കേസാണ്. കാരണം ഒരു അമ്മയ്ക്കും കുഞ്ഞിനും ഉള്ള കൃത്യമായിട്ടുള്ള സംരക്ഷണം നൽകുക എന്നുള്ളതാണ് ആ ഒരു ഭർത്താവ് എന്ന രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടത്. അതിന് പകരം അദ്ദേഹത്തിന്റെ വീടുകളിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ലേ എന്നാണ് വീണ്ടും ചിന്തിക്കേണ്ടത്. കാരണം ആ ഒരു സ്ത്രീ അത്രത്തോളം വേദന സഹിച്ച് 3-4 മണിക്കൂർ ബ്ലീഡിംഗ് ആയിട്ട് കടന്നപ്പോൾ അയാൾക്ക് ആ ഒരു തീവ്രമായ മതചിന്ത കൊണ്ട്, അല്ലെങ്കിൽ അയാളുടെ ഭാര്യ അങ്ങനെ പ്രസവിച്ചാൽ മതി എന്നുള്ള തീരുമാനം അദ്ദേഹം എടുത്തായിരിക്കും. പക്ഷെ ആ വീട്ടിൽ മറ്റു ആൾക്കാരും ഉണ്ടായിരുന്നിരിക്കണമല്ലോ. അപ്പൊ ആ ഒരാള് പോലും എന്തുകൊണ്ട് ചിന്തിച്ചില്ല അവരെ ഹോസ്പിറ്റലിൽ ആക്കണം, അല്ലെങ്കിൽ ഇത് സിറ്റുവേഷൻ വളരെ ക്രിട്ടിക്കലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഒരാള് പോലും എന്തുകൊണ്ടായിരിക്കാം ചിന്തിക്കാതിരുന്നത്? അതിലും സ്ത്രീകളും ഉണ്ടായിരിക്കാം. ചുട്ട കോഴിയെ പറപ്പിച്ച ഉസ്താദല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും അവരാരും ചോദിക്കാതെ. പക്ഷെ ഒരു സ്ത്രീക്ക്, അല്ലെങ്കിൽ ഒരു അവിടെ ഉണ്ടായിരുന്ന ഉമ്മയാണെങ്കിലും ആ ഉമ്മയ്ക്കാണെങ്കിലും അറിയാമല്ലോ ഒരു പ്രസവ വേദന എന്താണ് എന്ന്. അതിന്റെ ഒരിക്കലും നമുക്കതിനെ പറഞ്ഞു വെക്കാൻ പറ്റാത്ത അത്രയും വലിയ വേദനയാണ്. അപ്പൊ അത് മുമ്പിൽ കിടന്ന ഒരാൾ അനുഭവിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അത് നോക്കി നിൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ നോക്കി നിന്നത് എന്തുകൊണ്ടായിരിക്കും? അതും ഈ പറയുന്ന രീതിയിൽ തീവ്രമായിട്ടുള്ള മതചിന്ത, അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല, ഇത് നോർമൽ ആണ് എന്നൊരു ചിന്ത വന്നതുകൊണ്ട് തന്നെയാണ് അവർ അങ്ങനെ നിൽക്കുന്നതും. അതിനുശേഷവും അവരുടെ വീട്ടുകാരോട് പോലും എന്താണ് നടന്നത്, അല്ലെങ്കിൽ ആ ഒരു സ്ത്രീയുടെ വീട്ടുകാരോട് പറയുന്നില്ല എന്താണ് സംഭവിച്ചതെന്നുള്ളത്. കൃത്യമായി കബറടക്കാൻ വേണ്ടിയിട്ട് പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോവാണ് ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് നമുക്ക് നമ്മുടെ രാജ്യത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ, കാരണം നമുക്ക് ഒരുപാടധികം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും നമ്മുടെ രാജ്യം തന്നിരിക്കുന്ന കുറേയധികം അവകാശങ്ങളുണ്ട്, ജീവിക്കാനുള്ള അവകാശം. അത് ഇത്തരം മതചിന്തയിലൂടെ ഖനിക്കപ്പെടുക എന്ന് പറയുന്നത് അത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യം. തീർച്ചയായും.